വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ബിഗു സുനി. ഇന്ന് ബുധനാഴ്ച ഒരു ലക്ഷ്മി പൂജ പോയി ഞങ്ങളുടെ. പിന്നെ ഇന്ന് വേറൊരു ലക്ഷ്മി പൂജയാണ്. അന്ന് ചെയ്യാത്തവർ ഇന്നായിരിക്കും ചെയ്യുന്ന ലക്ഷ്മി പൂജ. അപ്പം ഇന്ന് എന്താ പറയുന്നത്, രാഷ് പൂർണിമ എന്ന് പറയും. അപ്പോൾ ഈ ഒരു ലക്ഷ്മി പൂജ അപ്പുറത്തെ വീട്ടിലെ മാമൻ്റെ വീട്ടിലാണ്. കഴിഞ്ഞ ലക്ഷ്മി പൂജ എൻ്റെ അമ്മ ചെയ്തായിരുന്നു, അതുകൊണ്ട് ഈ പ്രാവശ്യം ചെയ്യുന്നില്ല. അത് അന്ന് ചെയ്യാത്തവരായിരിക്കും ഇന്ന് ചെയ്യുന്നത്. അപ്പം അമ്മമാരൊക്കെ അന്നത്തെ ദിവസം ചെയ്തില്ല, അപ്പം ഇന്ന് ചെയ്യാൻ പോവാണ്. കുറച്ച് ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ പോവാം. കുഞ്ഞിനെ എന്തായാലും ഉറക്കിയിട്ടുണ്ട് ആൾ. അപ്പം ഞാൻ തേങ്ങ പൊട്ടിക്കാൻ പോവാണ്. আরে ভালো লাগছে, সারা হচ্ছে না, সারা ഇത് പിന്നെ ചേട്ടൻ്റെ വൈഫാണ്. ഞങ്ങളിവിടെ ചേട്ടൻ്റെ വൈഫിനെ ബൗദി എന്ന് വിളിക്കും. ഞങ്ങളുടെ ക്യൂട്ടി ബൗദി ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ. ഞാനും ഇവിടെ ജോലി ചെയ്യുവാണ്. പെട്ടെന്ന് തേങ്ങ എല്ലാം അരച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളാട്ടെ. ഇവിടെ തേങ്ങ തിരുമ്മി വെച്ചത് അത് ഇതുപോലത്തെ ശർക്കര ആക്കി ഇട്ടിട്ട് തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി തേങ്ങയുടെ ലഡ്ഡു ഉണ്ടാക്കാനാ. ഞാൻ തേങ്ങ തിരുമ്മിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരാൾ എണീറ്റ് പോയത്. അങ്ങനെ അയാളുടെ അടുത്ത് പോയി. പിന്നെ നോക്കിയപ്പോൾ പിന്നെയും കിടന്നങ്ങ് ഉറങ്ങി. ഇവിടെ ഒരാൾ ഇവിടെ പച്ചക്കറി വെട്ടുന്ന ഈ നമ്മുടെ കിച്ചിരി എന്ന് കേട്ടിട്ടുണ്ടല്ലോ. കിച്ചിരിയുടെ കൂടെ ഏതെങ്കിലും പച്ചക്കറിയുടെ ഒരു കറി ഉണ്ടാകും. അതാണ് കിച്ചിരിയുടെ കൂടെ എന്താ പറയുന്നത്, ലബ്ര എന്ന് പറയും ഇവിടെ. അപ്പോൾ അതിന് വേണ്ടി എല്ലാ പച്ചക്കറികൾ ഉണ്ടാക്കുവാണ്, അത് വെട്ടുവാണ്. ഇവിടെയൊക്കെ കുറേ പച്ചക്കറികൾ വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ മത്തങ്ങയുണ്ട്, പിന്നെ ഇവിടെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് കിഴങ്ങാണ്. ഇവിടെ എല്ലാ പച്ചക്കറി സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിന് മിക്സ് കറി എന്ന് പറയാം. പച്ചക്കറികളുടെ മിക്സ് പറയാം. ഇത് മാമൻ്റെ ഒക്കെ പുതിയ വീടാണ്. പുതിയ വീട് വെക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ശർക്കരയാണ് ഇപ്പം എന്താ നന്നായിട്ട് കുഴുക്കി ഇങ്ങനെ എടുക്കുവാണ്. അതിനുശേഷം ഇത് ഓക്കെ ഇവിടെ പോഴി ഇട്ടിട്ട് ആ ശർക്കരയൊക്കെ വരട്ടി ഒരു സാധനം ഉണ്ടാക്കി. ഇത് എന്താണെന്ന് അറിയത്തില്ല, ഉഖ്രാന്ന് പറയും ഇവിടെ. ഇതേ തേങ്ങ ലഡ്ഡു ഉണ്ടാക്കാൻ വേണ്ടി ആ മിക്സ് ചെയ്ത് വെച്ച സാധനം ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് ഒരു മിക്സ് ആക്കി എടുക്കാൻ പോവാണ് അമ്മ ഇവിടെ. ഇത് കർപ്പൂരാണ്, നമ്മുടെ കർപ്പൂര ഇല്ലേ, അതാണ് ഇവിടെ നന്നായിട്ട് മിക്സ്, അതായത് പൊടിച്ചിട്ട് ഇടുവാണ്. പ്രസാദം ആയതുകൊണ്ട് ഒരു കർപ്പൂരത്തിൻ്റെ മണമാണെങ്കിൽ അടിപൊളിയല്ലേ, നല്ല ഒരു സ്മെല്ല് വരും. പൂജ ഒരു ഫീലിങ്സ് വരാൻ വേണ്ടിയാണ് കർപ്പൂരം ഇടുന്നത്. അല്ലാത്ത സമയം നമ്മൾ ഏലക്കാണ് ഇടുന്നത് വീട്ടിലുണ്ടാക്കുമ്പം. ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ വട്ടം ആക്കി എടുത്താൽ മതി. നമ്മുടെ തേങ്ങയുടെ ലഡ്ഡു റെഡി. ഇത് പഞ്ചസാര ഇട്ട് ഉണ്ടാക്കാം, പക്ഷേ ഇവിടെ ശർക്കര ഇട്ടാണോ ഉണ്ടാക്കിയത്. പഞ്ചസാര ഇട്ട് ഉണ്ടാക്കിയ നല്ല ഒരു വെളുത്ത് ഇങ്ങനെ ലഡ്ഡു പോലെ ഇങ്ങനെ ഇരിക്കും. നമ്മുടെ തേങ്ങയുടെ ലഡ്ഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അമ്മ ഇവിടെ പായസം വെച്ചാൽ ഇങ്ങനെ അണക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ താഴെ പറ്റി പിടിക്കും. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇത് എന്തായാലും പറഞ്ഞു നമ്മുടെ പശുവിന് എന്തോ ഒരു സംഭവം. ഇതിന് എന്തായാലും നമ്മുടെ മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഐക്കുണ്ട് സാധനം. ഇത് പായസത്തിൻ്റെ അഴി, ഭോഗ്ചാൽ എന്ന് പറയും ഇതിൻ്റെ പേര്. നന്നായിട്ട് കഴുകി ഇങ്ങനെ കുറച്ച് നേരം കുതിർത്ത് വെക്കണം, എന്നിട്ട് വേണം പായസത്തിലിടാൻ. എന്തായാലും നല്ലൊരു സ്മെല്ലുണ്ട്. നമ്മുടെ ഈ ഇലക്കപ്പം ഉണ്ടാക്കുന്ന ആ ഇലയില്ലേ, ഇലയുടെ ഒരു മണമാണ്.
അത് സ്ട്രോങ് ആയിട്ടുള്ള, ഇത് ലൈറ്റ് ഒരു മണമാണ്. അതുശേഷം ഇത് നന്നായിട്ട് പാൽ അങ്ങോട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് ആ അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. കിസ്മിഷ്ടി കൊണ്ടുവാ ലാസ്റ്റ്. എന്നിട്ട് ഇതേ പായസത്തിന് പഞ്ചസാര ഇടുന്നുണ്ട്. എത്ര പായസം എടുക്കുന്നു ആ അനുസരിച്ച്, മധുരം അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടാം. ഇവിടെ ഐ തിങ്ക് അമ്മ 3 തവിയാന്ന് തോന്നുന്നു, 3 അല്ല 4-5 തവി പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് ആ പായസത്തിന് നമ്മൾ ഇതില്ലേ മറ്റേ കശുവണ്ടി അല്ലല്ലോ, കിഷ്മിഷ് എന്ന് ഇവിടെ കിഷ്മിഷ് എന്നാ പറയുന്നത്. ആ കിഷ്മിഷ് ഇട്ടിട്ടുണ്ട്. എന്തായാലും ദേ ഉണ്ടോ, ഇനി റെഡി ആയിട്ടുണ്ട് പായസം അമ്മ ഇങ്ങനെ ഇറക്കി വെക്കും. ഇനി ബാക്കി ഡ്രൈ ഗ്രേപ്സ് ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചില്ലായിരുന്നു, അത് ഇവിടെ എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കാൻ പോകണം. ഇത് കണ്ടോ, മുന്തിരിങ്ങ വറുത്തെടുത്തപ്പോഴത്തേക്കത് ഇതിൻ്റെയൊക്കെ സൈസ് ഇങ്ങനെ നന്നായിട്ട് വീർത്തി ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയാ വറുത്തെടുക്കുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരുമാതിരി ഉണങ്ങിയ ഒരു ജീവനില്ലാതെ പോലെ ഇരിക്കും. അപ്പൊ ഇതിനൊക്കെ നല്ല ജീവൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഞങ്ങൾ ഇവിടുത്തെ മാമന് കണ്ണുണ്ടോ ആർക്കറിയാം. ഇവിടെ പൂരിക്ക് വേണ്ടി ആട്ട മൈദ ഇല്ലേ, രണ്ടും സെയിം എടുത്തിട്ടുണ്ട്, കുറച്ച് വീതം. അതിനുശേഷം കുറച്ച് ഇത് ഉപ്പ് ആൻഡ് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് എണ്ണ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം. പൂരി സോഫ്റ്റ് ആണെങ്കിലുണ്ടല്ലോ ഈ ഒരു പാറ്റേൺ വരണം. മിക്സ് ആക്കിയിട്ട് ഇത് കണ്ടോ, ഇത് ചെയ്യുമ്പോഴത്തേക്കും ഒരു ലഡു പോലെ ഇതുപോലെ ആയാലേ നല്ല പൂരി സോഫ്റ്റ് ആയിട്ട് വരുന്നുള്ളൂ. പിന്നെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതിനകത്ത് കുറച്ച് വെള്ളം ഇട്ട് ഇങ്ങനെ മിക്സ് ആക്കി വെക്കണം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ വെക്കണം. ഇതുപോലത്തെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ അടച്ച് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ വെക്കണം. ഇവിടെ മാമി ആൽപ്പന ചെയ്യുവാണ്. അതായത് ലക്ഷ്മി എവിടെ ഇരിക്കാൻ പോകുന്നെന്ന് വെച്ചാൽ ബോളോ നമ്മളെ তুই বলো ভিডিও করতেছ আমি দিতাছি যে তাড়াতাড়ি করে হইলো তাতে কি হইলো হ্যাঁ হবে বাবা নাকাল নাড়ু মধ্যে কি দিবা দাসু তো হিসাব করে দাও তাহলে ഇന്ന് 7 മണി വരെ ഉള്ളു പൂജയുടെ ഇത് എന്തായിരുന്നു മുഹൂർത്തം എന്നൊക്കെ പറയാം. 7 മണി കഴിഞ്ഞ് അങ്ങോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇന്നലെ രാത്രി 8 മണിക്ക് തുടങ്ങിയതാ. അപ്പോൾ ഇന്നാണ് എല്ലാവരും ചെയ്യുന്നത്. ഇവിടുത്തെ ഞങ്ങൾ ഈ വീട്ടിലെ അതായത് മാമിയുടെ വീട്ടിലെ വേറെ നിയമം, മമ്മയുടെ വീട്ടിൽ വേറെ നിയമം, അമ്മയുടെ വീട്ടിൽ വേറെ നിയമം, പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വേറെ നിയമം. ഇവിടുത്തെ എല്ലാവരുടെ വീട്ടിലെ ഓരോരോ പൂജയുടെയൊക്കെ ഒരേ പൂജയാണ്, പക്ഷെ നിയമങ്ങൾ അല്ലെങ്കിൽ രീതികൾ മൊത്തം വേറെയാണ്. ഇടയ്ക്ക് മലയാളത്തിൽ ഇടയ്ക്ക് ബംഗ്ല വരുന്നു, ബംഗ്ലയുടെ ഇടയ്ക്ക് മലയാളം കയറിപ്പോകുന്നു, എല്ലാം മിക്സ് മാച്ചായി മിക്സറായി പോകുന്നു.
ডালটা যে দামের নিচে হ্যাঁ কত করে নিছে 120 টাকা করে চালান কেজি নিচে আগে আমি যে রাখছি দেখলে হবে রাখো പൂരി പരുത്താൻ പോവാണ് ദേ ഇതുപോലത്തെ ചെറിയ ചെറിയ വട്ടം വട്ടം ആക്കി ബോളല്ലല്ലോ ഇത് വട്ടം വട്ടം ആക്കിയാണ് എടുക്കേണ്ടത്. ഇവിടെ അമ്മ ഇപ്പം മസ്റ്റർഡ് ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. മസ്റ്റർഡ് ഓയിൽ അല്ല യൂസ് ചെയ്യേണ്ടത്, നമ്മൾ സൺഫ്ലവർ ഓയിൽ ഇല്ല അതാണ് യൂസ് ചെയ്യേണ്ടത്. ബട്ട് ഇല്ലാത്തതിനാൽ നമുക്ക് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ও একটা লাগ ভেঙা এখন সময় নেই কম আর একটা টাকা দিতেছি এইখানেই নাম লেখে പിന്നെ മാമി ഇവിടെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് പൂജയുടെ. നമ്മുടെ ഇവിടെ എന്തൊക്കെ ദൈവം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ എന്താ രാധാകൃഷ്ണ. ഞങ്ങളുടെ എല്ലാ ബംഗാളി വീട്ടിൽ ഈ ഒരു രാധാകൃഷ്ണൻ്റെ ഇത് കാണുന്നത് കണ്ടില്ലേ. പിന്നെ ഇവിടെ ഗണേശ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ലക്ഷ്മിയുടെ ഈ ലക്ഷ്മിയുടെ എന്തായിരുന്നു പ്രതിമ. ഇവിടെ ലക്ഷ്മിയുടെ പ്രതിമ. പിന്നെ നമ്മുടെ ലക്ഷ്മിയുടെ പ്രതിമയുടെ സൈഡിൽ ഇതുപോലത്തെ ഒരു വള്ളം ഞാൻ കഴിഞ്ഞ എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ ആ വീട്ടിലെ പൂജയ്ക്കത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള എന്താ 5 or 6 ആണെന്ന് തോന്നുന്നു നെല്ല്, പിന്നെ അത് മഞ്ഞൾ ഓരോന്നൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൂജയുടെ പ്രസാദം എല്ലാം ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഞാൻ പോയി സാരിയൊക്കെ ഉടുത്തുകൊണ്ട് വന്നു. കാരണം പൂജ ആയതുകൊണ്ട് സാരി ഉടുക്കാതെ എങ്ങനെയല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് വന്ന് നോക്കിയപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് മാമി. പിന്നെ ഇങ്ങോട്ട് ലക്ഷ്മി പജാലി പഠിക്കാൻ പോവാണ്, അത് വായിക്കാൻ പോവാണ്. ലക്ഷ്മി പജാലി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ലക്ഷ്മി പൂജ എങ്ങനെയാണ് തുടങ്ങിയത്, എന്തിനാണ് ലക്ഷ്മിയുടെ ഇതൊക്കെയാണ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അമ്മയാണ് ഇവിടെ കിച്ചടിക്ക് വേണ്ടി കുറേ പച്ചഫൂരൻ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, അത് ഇട്ടിട്ടുണ്ട്. എണ്ണയ്ക്കകത്ത് ഇവിടെ മസ്റ്റർഡ് ഓയിലാണ് യൂസ് ചെയ്ത്. പിന്നെ ജിഞ്ചർ, പിന്നെ ഇതുപോലെ മുളക്, പിന്നെ നമ്മുടെ തേജ്പത്ത. ഇതും ഒരു ഏലക്കല്ലല്ലോ നമ്മുടെ മറ്റേ ഇലയപ്പം ഉണ്ടാക്കുന്ന ആ ഇല ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ചെറിയ മണമുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ കപ്പലണ്ടി ഇട്ടിട്ടുണ്ട്. അതൊക്കെ എല്ലാം നന്നായിട്ട് വറുത്തതിന് ശേഷം ഇവിടെ അമ്മയാണെങ്കിൽ മൂങ് ദാലില്ലേ, മൂങ് ദാലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു 4-5 ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം ഒരു ജസ്റ്റ് ഇതൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ച് പച്ചമുളക് ഇവിടെ ഇട്ടിട്ടുണ്ട്. പച്ചമുളക് നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം എടുത്തതിന് ശേഷം ആവശ്യമുള്ള അത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. കാരണം ദാലൊന്ന് നന്നായിട്ട് ബോയിൽഡായിട്ട് വേവിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ ഇപ്പുറത്താണെങ്കിൽ പിന്നെ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ലതായിട്ട് പീസ് ആക്കിയ തേങ്ങ. നല്ല ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കിച്ചടിക്കകത്ത്. പിന്നെ മാമി ഇവിടെ പൂജ എല്ലാം കഴിഞ്ഞ് അതിന് ശേഷം ഈ ചോല എന്ന് പറയുവേ, ഇതിൻ്റെ പേരെനിക്ക് മലയാളത്തിൽ അറിയത്തില്ല, അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ആണെങ്കിൽ ഞാനിവിടെ സെയിം പായസത്തിലെടുത്ത് ആ അരി തന്നെ ഞാനിവിടെ കഴുകി എടുത്തിട്ട് എന്നിട്ട് ആ ഈട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുടുക്കി എടുക്കണം. എന്തായാലും ഞാൻ എടുക്കുന്നതും അതൊക്കെ എല്ലാം മറന്നുപോയി എടുക്കാൻ. പിന്നീട് അതിൻ്റെ ഇടയ്ക്കാണ് വലിയൊരാൾ എണ്ണീറ്റ് കറങ്ങാൻ പോയിക്കുമായിരുന്നു ആൾ. പിന്നെ അയാളൊന്ന് വന്ന് കുറച്ച് বাবা হাসো তো একটু একটা আপনি দাও তো, একটা আপনি দাও তো। লঙ্কা দাও। ও বাবা লঙ্কা দাও। എന്തായാലും കുറേ നേരം ഇങ്ങനെ അവൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ച് അതിന് ശേഷം കിച്ചടി എന്തായാലും റെഡി ആയിട്ടുണ്ട്, അത് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെയാണ് നമ്മുടെ ആ കിച്ചടി ഞാൻ പറഞ്ഞില്ല ലബ്ര, അത് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ സെയിം നമ്മുടെ മസ്റ്റർഡ് ഓയിലാണ് എടുത്തത്. പിന്നെ പച്ചഫോറൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജിഞ്ചർ ചതച്ചതാണ് ഇവിടെ ഇട്ടത്. അതിനുശേഷം നമ്മുടെ മുളകും പിന്നെ ഞാൻ പറഞ്ഞ ആ ഇല സെയിം ഒരു സംഭവം തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ആ പച്ച ചൊവ മാറുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഒരു ഗോൾഡൻ ആവുന്ന വരെ. ആ സമയത്ത് ആയതിന് ശേഷം നമ്മൾ കുറേ 5-6 ടൈപ്പ് പച്ചക്കറികൾ വെട്ടിയില്ലായിരുന്നു, അത് സംഭവം അതിനകത്ത് ഇട്ട് കൊടുക്കണം. ഇട്ടിട്ട് കുറച്ച് പച്ചക്കറി ഇട്ടിട്ട് ഉപ്പിടണം, പിന്നെയും കുറച്ച് പച്ചക്കറി ഇട്ടിട്ട് പിന്നെയും ഉപ്പിടണം. ആണെങ്കിൽ കുറേ ഇതല്ലേ, അപ്പം അണക്കാനേ നമുക്ക് അങ്ങോട്ട് കുറച്ച് പാടാവും. അതുകൊണ്ട് പിന്നെ അതിന് ശേഷം കുറച്ച് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി,
എൻ്റെ കുറച്ച് ജീരകപ്പൊടി, ഇതിൻ്റെയൊക്കെ കണക്ക് നിങ്ങൾക്കൊന്നും അറിയത്തില്ല, ഇത്രയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വീട്ടിൽ ചെയ്തതുകൊണ്ട് കുറച്ച് അളവിലാണ് ചെയ്തത്. ഇത് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് കുറേ പേരുണ്ടല്ലോ ഇത് അതിട്ട് അടച്ച് വെക്കണം. അടച്ചിട്ട് കുറച്ച് നേരം നോക്കുമ്പോഴത്തേക്ക് ഇതിന് ഈ പച്ചക്കറിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുവേ. ആ വെള്ളം കൊണ്ട് തന്നെ ഇത് വേവിക്കണം. കുറേ പേരുണ്ടല്ലോ വെള്ളം ഇടും. ആ സമയത്ത് എനിക്ക് എന്തോ പോലെ ഒരു ടേസ്റ്റ് ഇല്ലാതെ ആകും. പക്ഷേ എൻ്റെ അമ്മ എനിക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ ആ പച്ചക്കറിയുടെ വെള്ളം കൊണ്ട് തന്നെ വേവിച്ചിട്ടുണ്ട്. പച്ചക്കറികളെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. പെട്ടെന്ന് ഇതിൻ്റെ മണം കേട്ടപ്പോഴത്തേ എനിക്കങ്ങ് വിശക്കുന്നു. ഞാൻ പെട്ടെന്ന് ഇതുപോലത്തെ നമ്മുടെ പ്രസാദമൊക്കെ എൻ്റെ പുഞ്ഞു എന്നാ ടേസ്റ്റ്. രാവിലെ തൊട്ടും ഞാൻ ഉപവാസമായിരുന്നു, ഒന്നും കഴിക്കാതെ ഇരുന്നിട്ട് ഇതൊന്ന് കഴിക്കണം. എൻ്റെ പൊന്നു പ്രസാദം, ആഹാ എന്നാ ടേസ്റ്റാണ്. പെട്ടെന്ന് ഞാൻ കുറേ കഴിച്ച് ഭയങ്കരമായിട്ട് കഴിച്ച് വയറൊക്കെ നിറഞ്ഞു ഒരുമാതിരി എന്തോ പോലെ ആയിപ്പോയി. ഇതായിരുന്നു നമ്മുടെ എന്താ പറയുന്നേ ചെറിയമ്മ അല്ല, എന്താ പറയുന്നേ, ഈ റെസിപ്പിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, ഈ എന്തായിരുന്നു രാധൂനി എന്ന് പറയും സംഭവം. কি কয় গো জানি কি জানি কয় রাধুনির ইংলিশে কি কয়? കുക്ക് ദിസ് ഈസ് പൂജ വാല കുക്ക്. എൻ്റെ അമ്മയാണ് കുക്ക് ചെയ്തത് ഇന്ന് മൊത്തം. പിന്നെന്താ, പിന്നെ മാമി ലാസ്റ്റ് പൂജിച്ചാൽ കഴിക്കുന്നുണ്ട്. പിന്നെ മാമൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ഒരാളുണ്ട് ഇവിടെ. എന്തായാലും എല്ലാം കഴിഞ്ഞ് ഇനി കുറച്ച് കിച്ചിരി ഉണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇനി നാളെ കഴിക്കും ഞങ്ങൾ രാവിലത്തേക്ക്. എന്തായാലും അതൊക്കെ പോട്ടെ. ഞാൻ കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ വായിക്കാത്ത പാനിട്ട് ভাগ্য বটে নয়তো আমি কইতাছি পূজাটা করুম যদি নন্দুরে গিয়ে আনে কেবা তখন বিনা ইমিটেশন আইসে পড়ছি. എന്തായാലും ഇതൊക്കെ എന്തായാലും ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളായിരുന്നു. ഇനി നാളെ വേറൊരു ബ്ലോഗായിട്ട് വരാം. നിങ്ങൾക്ക് ഈ ബ്ലോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ ബൈ, ടാറ്റ, സീ യു നെക്സ്റ്റ് ഡേ.